എന്താ അവിടെ ഏർപ്പാട്? നിന്നോടൊക്കെയാ ചോദിച്ചത് എന്താ അവിടെ ഏർപ്പാടെന്ന്. ഇങ്ങോട്ട് പറയാം, ഞാൻ ചോദിക്കട്ടെ, എന്തിനാ അങ്ങോട്ട് വന്നോളൂ? ഭഗവാനെ കാണാനായിട്ട്. അതിന് അനുവാദം ഇല്ലാണ്ടാണോ അകത്തേക്ക് കയറി പോണത്? ഇല്ല, ഞങ്ങൾ അങ്ങനെ അറിഞ്ഞില്ല വരണം വരണമെന്ന്. എന്നാ അനുവാദം ചോദിച്ചിട്ടേ അകത്തേക്ക് കയറാവുള്ളൂ. എന്നാ അനുവാദം കിട്ടിയാൽ വേണ്ടിയിരുന്നില്ല. ആരാ അനുവാദം തരണത്? ഇവിടുന്ന് കടന്നു പോകണമെങ്കിൽ ഞാൻ അനുവദിക്കണം. കടക്കണോ വേണ്ടോന്ന് ഭഗവാൻ തീരുമാനിക്കും. എന്നാ ഭഗവാനോടൊന്ന് പോയി പറയൂ, ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്. എന്താ പറയേണ്ടത്? ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഭഗവാന് മനസ്സിലാവും. ഇത്രയും പറഞ്ഞാൽ മതിയോ? എന്നാ ഞാൻ പോയി പറയാം, എന്നിട്ട് അങ്ങോട്ട് കയറാവുള്ളൂ. അവിടെ തന്നെ നോളണം, കേട്ടില്ലേ? ഇവിടെ നിനക്കൊക്കെ ഇരിക്കാനുള്ളതാണെന്ന് വിചാരിച്ച ഇവിടെ കയറി അങ്ങോട്ട് ഇരിക്കാന്ന് വിചാരിക്കരുത്. ഇവിടെ യോഗ്യത ഉള്ളവരെ മാത്രമേ ഇരുത്തുള്ളൂ. യോഗ്യത ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ പുറത്ത് നിർത്തും. യോഗ്യത ഉള്ളവരെ മാത്രമേ ഇവിടെ അകത്ത്. നിന്നൊക്കെ ആരാ അവിടെ ഇരുത്തിയത്? ഇവനൊക്കെ യോഗ്യത ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? തന്നെത്താൻ തീരുമാനിച്ചാൽ പോരാ, ഞാനാ നിശ്ചയിക്കുക ഇവിടെ ആരിരിക്കണം വേണ്ടെന്നുള്ളത്. ഇപ്പോഴേ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. വരണുണ്ട് ഇതൊക്കെയാണല്ലേ, തീർന്നിട്ടില്ലയോ? അപ്സരസുകളോട് പറയാതെ കുറേ ഉണ്ടങ്ങനെ വരണുണ്ടേ. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. അപ്പം ആര് പറഞ്ഞോന്ന് പറയാം, ആരാ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ മതി. വെങ്കിരടി ഞാൻ പറഞ്ഞേക്കാം. ഭഗവാൻ ഒരു കൂട്ടര് പുറത്ത് കാണാൻ നിൽക്കണു. ആരാ വെങ്കിരടി പുറത്ത് നിൽക്കണത്? നിങ്ങളെന്തിനാ പുറത്ത് നിൽക്കണത്? നിങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പാടില്ലേ? നിങ്ങളൊക്കെ എൻ്റെ കൂട്ടരല്ലേ? നിങ്ങളെന്തിനാ പുറത്ത് നിൽക്കണത്? അകത്തേക്ക് കയറിക്കോളൂ. അല്ല, ഈ ഞങ്ങളല്ല, വേറെ ഞങ്ങള്. നിങ്ങളെ കൂടാതെ വേറെ നിങ്ങളേതാ? ഞങ്ങളാന്ന് പറയുന്ന ഒരു കൂട്ടര്, ഞങ്ങളാന്ന് പറയുന്ന കൂട്ടര്, അങ്ങനെ ഒരു കൂട്ടരില്ല പ്രിയങ്കരടി. നിങ്ങള് ആണ് എനിക്കറിയുന്ന കൂട്ടര്. നിങ്ങളെന്ന് പറയുമ്പോ ഭൂതഗണങ്ങൾക്ക് എന്നെ കാണാനായിട്ട് അനുവാദത്തിന്റെ ഒന്നും ആവശ്യമില്ല. എപ്പ വേണമെങ്കിൽ അകത്തേക്ക് വരാം. അതല്ല, വേറെ ഞങ്ങളോ? ഞങ്ങളെന്ന് പറയുന്ന ഒരു കൂട്ടര്, അങ്ങനെ ഒരു കൂട്ടർ എനിക്ക് അറിയില്ലല്ലോ. ഒന്ന് പോയി അന്വേഷിക്കൂ, ഒന്നുകൂടി ചെന്ന് ചോദിക്കൂ, ആരാന്ന് ചോദിക്കൂ, അവരുടെ പേര് വിവരങ്ങൾ ചോദിച്ചിട്ട് വരൂ. അവിടെ ചെന്ന് ആരെയാ വിളിക്കണത്? എന്താ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താ നിന്റെ പേര്? പേരെന്താന്ന്? നിന്റെ പേരല്ല ചോദിച്ചത്. എന്താ നിന്റെ പേര്? രംഭ. മറ്റതോ? തിലോത്തമ. പിന്നെ ഉർവശി. പുറകിലിരിക്കണതോ? അത് മേനക. അയ്യോ, ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ അങ്ങനെ ഓർത്തിരിക്കുക. ഇല്ല, നിങ്ങളെല്ലാവരെയും കൂടി പറയാൻ പറ്റും? ഒറ്റ പേരുണ്ടോ? എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു പേരുണ്ടോ? ഉണ്ട്. എന്താണ്? ഞങ്ങളല്ലേ ഭയങ്കരടി. നിങ്ങളെന്ന് പറഞ്ഞ ഞങ്ങള് അപ്സര സുന്ദരിമാര്. ഉണ്ടോ? സുന്ദരിമാരെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരോന്ന് വന്ന് നോക്കിയപ്പോൾ ഇത്ര നേരം മാറുന്ന ആളാ സുന്ദരി എന്ന് പറഞ്ഞ. ഇതാണോ സുന്ദരിമാര്? എല്ലാവരും അതെ, അപ്സര സുന്ദരിമാര്. ഓഹോ, എന്താ അപ്സര സുന്ദരിമാര്? അത് ഞാൻ പറയാം, ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞേക്കാം. എന്നാ അനുവാദം മേടിച്ചിട്ട് അകത്ത് കയറിക്കോളൂ കേട്ടോ. ഭഗവാനോട് ഞാൻ ഒന്ന് പോയി പറയട്ടെ. ഭഗവാൻ, ആ കൂട്ടരുടെ പേര് കിട്ടി. വാ, നന്നായി. എന്താ പേര്? അപ്പുതാ. അല്ല, സാരം കൂടി പറയാനുണ്ട്. എന്നാ പറയൂടെ. അവരുടെ പേരെന്താണോ? അപ്പരത്തി. ആര് പരത്തിന്ന്? ആരും പരത്തിയതല്ല ഭഗവാനെ, അപ്പരത്തിന്ന് അവരുടെ പേര്. അപ്പരത്തി എന്നുള്ള കൂട്ടരില്ല. എന്ത് വൃത്തികേടാ പറയണത്? അങ്ങനെ ഒരു കൂട്ടരൊന്നും ഇല്ല. ഒന്നുകൂടി പോയി ചോദിക്കണോ? എന്നാ ഒന്നുകൂടി ചോദിക്കാം. നിങ്ങളാരാ? നിങ്ങളെന്ന് പറഞ്ഞൊരു കൂട്ടരില്ല എന്നാ ഭഗവാൻ പറയണത്. എന്താ വെങ്കിരടി അവിടെ പോയി പറഞ്ഞത്? അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അല്ല, കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ എന്താ പറഞ്ഞത് ഭഗവാന് മനസ്സിലായോ? പിന്നെ മനസ്സിലാവാഞ്ഞിട്ടൊന്നുമില്ല. ഒന്നുകൂടി പറയൂ, എന്താ നിങ്ങളുടെ പേര്? ഞങ്ങൾ അപ്സര സുന്ദരിമാര്. സ്വർലോകത്തിൽ നിന്ന് വന്ന അപ്സര സുന്ദരിമാര് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി. അതാണ് ഞാൻ പോയി പറയാം. വീണ്ടും ചെന്നു, ഭഗവാൻ അവരുടെ പേര് കിട്ടി, ശരിയായിട്ട് പഠിച്ചു. എന്താ ഭൃംഗരടി അവരുടെ പേര്? അത് അസ്പരസ്. അസ്പരസ്. അങ്ങനെ ഒരു കൂട്ടില്ല. അസ്പരസ് എന്നാ. എന്താ ഭൃംഗരടി പറയണത്? ഒന്നും കൂടി പോയി അന്വേഷിക്കൂ. അവിടെ ആരാന്ന് പോയി അന്വേഷിച്ചിട്ട് വരും. ഒന്നും കൂടി പോയി അന്വേഷിച്ചിട്ട് വരും.